ട്രിവാൻഡ്രത്തായിരുന്നു. വളരെ ബന്ധപ്പെട്ടാണ് അവയെ വരാനായിട്ട്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലം വരെ ട്രെയിനിൽ നിന്നാണ് വന്നത്. ഒത്തിരി ലേറ്റായി. വലിയ യാത്രയുടെ ക്ഷീണങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ വിശ്രമിക്കാൻ ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് വന്നതിന്റെ കാരണമുണ്ട്. അടുത്ത ആഴ്ച എനിക്ക് വരാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ സൗകര്യപ്പെട്ട അറയ്ക്കൽ സഭയിൽ ഒരു കമ്മീഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾ അതിനോട് പ്രാർത്ഥിക്കണം. അവിടെ കടന്നു പോകണം. മാത്രമല്ല എന്റെ വൈഫ് BBSന്റെ ലീഡർ ട്രെയിനിങ് കഴിഞ്ഞ് നിൽക്കുകയാണ്. എക്സൽ BBSന്റെ. അപ്പൊ അവിടെ നിന്ന് മീറ്റിങ്ങിനൊക്കെ ക്ഷണിക്കും. BBS നടത്താൻ പല സ്ഥലങ്ങളിലും. അപ്പം പല ദിവസങ്ങളിൽ അങ്ങോട്ടൊക്കെ പോകേണ്ടത് ആവശ്യം. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേല പ്രയോജനപ്പെടുക. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. കർത്താവിനെ സഹായിക്കാൻ ഇതുവരെയും ഞങ്ങൾക്ക് വീട് കിട്ടിയിട്ടില്ല. ഏപ്രിൽ മാസം 30-ാം തീയതിക്ക് മുമ്പേ അവർ വരണം. നിങ്ങളെ പ്രത്യേകമായ ആ വിഷയത്തോട് പ്രാർത്ഥിക്കുവാൻ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുന്നു. എല്ലാവർക്കും പിന്നെയും വന്ദനം പറയുന്നു. ദൈവത്തെ സഹായിക്കേണ്ട ഒരു ഭാഗം മാത്രം നമുക്ക് ചിന്തിക്കാം. ആ എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമോ? എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം കടന്ന് വായിച്ചാട്ടെ. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടുകൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. അവൻ രാജാവിന്റെ പടിവാതിലോളം വന്നു. വളരെ ഒരു വേദവാക്യത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എസ്തേറിന്റെ പുസ്തകത്തിന്റെ പശ്ചാത്തലമൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനകത്തുള്ള ഒന്നിന്റെ ചിന്തകൾ മാത്രം വേഗത്തിൽ പറഞ്ഞാൽ നിർത്തിക്കൊള്ളാം. ഹല്ലേലൂയ. മൊർദെഖായി ചെയ്ത ഒരു പ്രവൃത്തിയാണ് നമുക്കവിടെ വായിക്കാനിടയായത്. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരി ഇട്ടുകൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. അവൻ രാജാവിന്റെ പടിവാതിൽക്കലോളം വന്നു. എന്താണ് സംഭവിച്ചത്? നമുക്ക് 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. അശ്വേരോശ് രാജാവ് അഹാഗിനായ ഹമാദാദിന്റെ മകൻ ഹാമാനെ കയറ്റവും ഉന്നത പദവി കൊടുത്ത് നല്ലൊരു ഇരിപ്പിടത്തിൽ തന്നെ ആക്കി. ആ രാജ്യത്ത് ചിതറിക്കിടക്കുന്ന യഹൂദന്മാരെ, യഹൂദ ജനത്തെ മുഴുവനും നശിപ്പിച്ചു കളയുവാനുള്ള നിയമം പാസാക്കി. ഈ സംഭവം അറിഞ്ഞപ്പോൾ ഭക്തനാകുന്ന മൊർദെഖായി മൗനമായിരുന്നില്ല. രാത്രി ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ലോകത്ത് നമ്മുടെ ചുറ്റുപാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് അറിയുമ്പോൾ നാം മനസ്സിലാക്കുമ്പോൾ നാം മൗനമായിരിക്കരുത്. ദൈവ പൈതൽ പ്രാർത്ഥിക്കാൻ വിട്ടുമടക്കിയാൽ അതിന് മറുപടി ഉണ്ടാകും. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം, ഇന്ന് രാവിലെ എന്റെ മൊബൈലിൽ വന്നൊരു മെസ്സേജാണ്. ഛത്തീസ്ഗഡ് എന്ന സ്ഥലത്തിൽ 20 പേജ് അടങ്ങുന്ന ഒരു നിയമം, കർത്താവദാസനത് അറിഞ്ഞുവെന്ന് എനിക്കറിയത്തില്ല, 20 പേജ് അടങ്ങുന്ന ഒരു നിയമം അവർ കൊണ്ടുവന്നു. ഗവർണറുടെ അടുക്കൽ ഒപ്പിടാൻ വേണ്ടി അത് കൊടുത്തിരിക്കുകയാണ്. 20 പേജിനകത്തുള്ള നിയമം അല്ലെങ്കിൽ ക്രിസ്തീയ ആരാധനകൾക്കെതിരായിട്ടുള്ള നിയമങ്ങളാണ് അവിടെ വച്ചിരിക്കുന്നത്. കാനഡയിലുള്ള കാര്യം ദൈവാസം പറഞ്ഞല്ലോ. ഹല്ലേലൂയ. ഛത്തീസ്ഗഡ് ഈ ഇന്ത്യക്കകത്ത് വന്നിരിക്കുന്ന നിയമമാണ്. ബൈബിൾ വയ്ക്കാൻ പാടില്ല, വീട്ടിനകത്ത് ബൈബിൾ വച്ചിരിക്കാൻ പാടില്ല, ബൈബിൾ വായിക്കാൻ പാടില്ല, യേശുവിനെ കുറിച്ച് സുവിശേഷം അറിയാൻ പാടില്ല, യേശുവിന്റെ നാമം പോലും അറിയാൻ പാടില്ല. അങ്ങനെ തുടങ്ങി 20 പേജ് അടങ്ങുന്ന ഒരു നിയമം ഛത്തീസ്ഗഡ് നിയമസഭ പാസാക്കിയിരിക്കുകയാണ്. അത് ഗവർണറുടെ അടുക്കൽ ഒപ്പിനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ വിശ്വസിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങളിലായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്, അല്ലെ? ബൈബിൾ വയ്ക്കാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല, യേശുവിനെ നാമം വിളിക്കാൻ പാടില്ല എന്നൊക്കെ. എന്നാ നാം ആയിരിക്കുന്ന ഇന്ത്യക്ക് അകത്ത് വരെ വന്നിരിക്കുക. എന്റെ പ്രിയരെ, ആവേശം ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാം. വാര്യാപുരം യോനാച്ചൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പത്തനംതിട്ടയിൽ ജീവിച്ചിരുന്നു. വാര്യാപുരത്ത് അദ്ദേഹം ഇന്ത്യൻ മണ്ണിനെ നോക്കി പറഞ്ഞൊരു ദൂത് പ്രകാരമാണ്, ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് നിന്ന് ഒരു വാള് പുറപ്പെടും, അപ്പോൾ തന്നെ ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് നിന്ന് ഒരു തീ പുറപ്പെടും. ഹല്ലേലൂയ. ഇന്ത്യയുടെ തെക്കിൽ നിന്ന് പൊങ്ങുന്ന തീ വടക്കുന്ന് പൊങ്ങുന്ന വാളിനെ ധരിപ്പിച്ചു കളയും. യേശുവിന്റെ നാമത്തിൽ ആമേൻ. വാര്യാപുരം യോനാച്ചൻ പറയുന്ന ദൈവിക ദൂത് ഈ ദിവസം നിറവേറേണ്ട
വന്നിരിക്കുക. ഹല്ലേലൂയ. ഇന്ത്യയുടെ തെക്ക് ഭാഗമാകുന്ന കേരളത്തിൽ, തമിഴ്നാടിൽ പല സ്ഥലങ്ങളിലും ഉണർവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് പ്രതികൂലം വരുമ്പോൾ തന്നെ, ഒരു ഭാഗത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ എവിടെയൊക്കെ രഹസ്യത്തിൽ വാതിലടച്ച് ശബ്ദം പുറപ്പെടുവിക്കാതെ ആരൊക്കെയോ പ്രാർത്ഥനയിൽ പോരാടുന്നുണ്ട്. യേശുവിനെ വിശ്വസിക്കുന്നു. ഈ തെക്ക് ഭാഗത്ത് തീ പുറപ്പെടും. വടക്കുന്ന പൊങ്ങുന്ന ആ വാളിനെ ദൈവം അത് ധരിച്ചു കളയും. യേശുവിന്റെ നാമത്തിൽ എന്നെ പ്രാർത്ഥിക്കുന്ന ദൈവമായവരെ, ഇന്ത്യ പിശാച് കൊണ്ടുപോകത്തില്ല, ഇന്ത്യ ശത്രുക്കൾ കൊണ്ടുപോകത്തില്ല. ഇന്ത്യ പ്രാർത്ഥിക്കുന്നവർ എവിടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് അവിടെ വിജയം ഉറപ്പാണ്. എവിടെ ഉപവസിക്കുന്നവരുണ്ട് അവിടെ വിജയം ഉറപ്പാണ്. കാരണം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വെളിപ്പെട്ട് വരുന്ന ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആത്മാവ് ദൂത് വിളിച്ചു പറയുക, നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ പുത്രനെ മഹത്വപ്പെടുത്തുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. അതിന്റെ ഉത്തമ തെളിവാണ് എസ്തേറിന്റെ പുസ്തകം. ഹല്ലേലൂയ. വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകട്ടെ. എത്രയ്ക്ക് മുമ്പേ തന്നെ നമുക്ക് നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ അതിന്റെ വിരോധമായി ചില കാര്യങ്ങൾ അവിടെ ക്രമീകരിക്കുവാനായിട്ട് തുടങ്ങി. നമുക്കറിയാലോ, അദ്ദേഹം ചെയ്തത് വസ്ത്രം കീറി, താൻ എടുത്തിരുന്ന വസ്ത്രം കീറി വെണ്ണീര് രക്തെടുത്തു, വെണ്ണീര് വാരിയിട്ട് പട്ടണത്തിൽ വിളിച്ചു നോക്കിയേ. ഹല്ലേലൂയ. ഈ കാര്യങ്ങൾ നമുക്ക് ഈ ചരിത്രങ്ങളൊക്കെ അറിയാം, എങ്കിലും അതിന്റെ വെളിപ്പാട് മാത്രം ഞാൻ പറഞ്ഞ് മുന്നോട്ട് കടന്നു പോകാം. ഈ കാര്യം താൻ അറിഞ്ഞപ്പോൾ എസ്തേറിനോട് താൻ ഈ കാര്യം പറയുകയാണ്. അതിന്റെ 12ാമത്തെ വാക്യം. ഹല്ലേലൂയ. സ്തോത്രം. അവർ എസ്തേറിന്റെ വാക്കുകളെ സ്തോത്രം. ഹല്ലേലൂയ. 11ാമത്തെ വാക്യത്തോട് നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ വായിപ്പിക്കുന്നില്ല, ഞാൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം മൊർദെഖായി എസ്തേറിനെ അറിയിച്ചു. എന്നാൽ എസ്തേർ തിരിച്ചു പറയുന്ന മറുപടി 13ാമത്തെ വാക്യം. മൊർദെഖായി എസ്തേറിനോട് മറുപടി പറഞ്ഞ് കൽപ്പിച്ചത്, ഹല്ലേലൂയ, 12ാമത്തെ വാക്യത്തിലുണ്ട് അതിന്റെ ഭാഗം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിന്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെല്ലുന്നെങ്കിൽ ജീവനോടെ ഇരിക്കാതെ വേണം അവൻ പൊൻചെങ്കോൽ ആളുടെ നേരെ നീട്ടാഞ്ഞാൽ അവളെ കൊല്ലേണമെന്ന് ഒരു നിയമമുള്ള പ്രകാരം. അവിടെ ഒരു നിയമമുണ്ട്. ഏതാണ്? ചില ദിവസങ്ങൾക്കകം വിളിച്ചാലേ എവിടെക്കെല്ലാവും രാജാവിന്റെ അടുക്കൽ ചെല്ലാവും. എന്നാൽ നമുക്ക് താഴെ വായിക്കുമ്പോൾ 14ാമത്തെ വാക്യത്തിൽ മൊർദെഖായി മറുപടി പറയുന്നത്, ഈ സമയത്ത് ഉണ്ടാകുന്ന യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് രക്ഷയും ഉണ്ടാകും. എന്നാൽ നീ നിന്റെ പിതൃപോലും അശ്വു ഇങ്ങനെ ഒരു കാലത്തിലേക്കല്ലോ നീ രാജസ്ഥാനത്ത് വന്നത് ആർക്കറിയാം. ഈ ഒരു പദം, ഈ ഒരു വാചകം എസ്തേറിന്റെ ഹൃദയത്തിനകത്ത് ആഞ്ഞു പതിച്ചപ്പോൾ എസ്തേർ ആദ്യമെടുത്ത ഒരു തീരുമാനം താൻ അവിടെ പറയുകയാണ്, ഞാനും എന്റെ ബാല്യകാലത്തിൽ 3 ദിവസം തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഉപവസിക്കാൻ പോവുകയാണ്. വേറെ പല വഴികളുമുണ്ട് എസ്തേറിന്. വേണമെങ്കിൽ രാജാവിനോട് നേരിട്ട് പോയി പറയാം. അതിന് തുനിയാതെ, അല്ലെ, വളഞ്ഞ വഴി സ്വീകരിക്കാതെ വിഷയത്തെ ദൈവസന്നിധിയിൽ കൊടുക്കുവാൻ തയ്യാറായി. ചോദിക്കട്ടെ പ്രിയരെ, എസ്തേറിന് ഈ അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു രീതി എങ്ങനെ പിടികിട്ടി? ഒരു വലിയ വിഷയം വന്നപ്പോൾ, ഒരു വലിയ പ്രശ്നം മുമ്പിൽ വന്നപ്പോൾ ആ പ്രശ്നത്തെ നേരിടുവാൻ ഉപവാസവുമോ പ്രാർത്ഥനയുമാണ് പ്രയോജനമുള്ളതെന്ന് എസ്തേറിന് അങ്ങനെ പിടികിട്ടി. ഉത്തരം ഞാൻ പറയാം. അപ്പനും അമ്മയും ഇല്ലാത്ത എസ്തേറിനെ ചിറ്റപ്പനാകുന്ന മൊർദെഖായിയാണ് വളർത്തിയത്. ഞാൻ ആത്മാവിൽ ഇങ്ങനെ ചിന്തിക്കുന്നു, ഒന്നുകിൽ മൊർദെഖായി ഇങ്ങനെ ഉപവസിക്കുന്നവനാണ്, അല്ലെങ്കിൽ എസ്തേറിനെ ഇങ്ങനെ ഉപവസിക്കാൻ പഠിപ്പിച്ചു പോവുകയാണല്ലോ. അമേരിക്കയിൽ വന്നാൽ അവൻ ഉപവസിച്ച് ജയം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദൈവ പൈതൽ വിജയം ഉറപ്പാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപവസിക്കാൻ പഠിപ്പിക്കണം. ഹല്ലേലൂയ. ആരോഗ്യമുള്ള സമയമുള്ള സമയങ്ങളിൽ ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ ഉപവസിക്കാൻ പഠിപ്പിച്ചാൽ ഒരു പ്രതികൂലം വരുമ്പോൾ ഹല്ലേലൂയ അവർ ഉപവസിച്ച് വിഷയത്തിൽ പരിഹാരം. ഹല്ലേലൂയ.
വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. ഉപവാസത്തിന് വലിയ പവർ ഉണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അഞ്ചാം അധ്യായത്തിലേക്ക് എസ്തർ എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. താൻ തന്നെ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, 16 വാക്യത്തിന്റെ താഴെ ഞാൻ 16 അവസാന ഭാഗം, ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും, ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. ശ്രദ്ധിച്ചേ പറയരെ, അഹശ്വേരോശ് രാജാവിന്റെ ആദ്യ ഭാര്യ വസ്തി ചെയ്ത പാപം എന്തുവാ? ഹല്ലേലൂയ. രാജസ്ഥാനിൽ വിളിച്ചിട്ട് വന്നില്ല. എന്താ ശിക്ഷ? രാജസ്ഥാനത്ത് നിന്ന് നീക്കി കളഞ്ഞു. വസ്തി വിളിച്ചിട്ട് വന്നില്ല, എന്നാൽ എസ്തേർ വിളിക്കാതെ വന്നു. രണ്ടും ഒരേ തെറ്റ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വസ്തിക്ക് കിട്ടിയ അതേ ശിക്ഷയല്ലേ എസ്തേറിന് കിട്ടുന്നത്? നല്ല കൂടെ ഉണ്ട്. എസ്തേർ പ്രാകാരത്തിൽ നിൽക്കുന്നു എന്ന് അറിഞ്ഞ അഹശ്വേരോശ് രാജാവ് വാളെടുക്കുന്നതിന് പകരം പൊൻചെങ്കോലെടുത്തു. എന്താ കാരണം അറിയാമോ? എസ്തേർ രാജാവിന്റെ മുമ്പാകെ നിൽക്കുന്നതിന് മുമ്പേ രാജാവിന്റെ മുമ്പാകെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ദൂത് വിളിച്ച് പറയാം, പരമോന്നതനായ ദൈവത്തിന്റെ മുമ്പാകെ ഇരുന്നിട്ട് നീ എവിടെ നിന്നാലും വിജയമുറപ്പ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച പ്രിയരെ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ പോകത്തില്ല. നിങ്ങൾക്കറിയാമോ, ഞാനിവിടെ കഴിഞ്ഞ പ്രാർത്ഥനയിൽ, കഴിഞ്ഞ ശിക്ഷയിൽ ഞാൻ പറഞ്ഞത് എനിക്കറിയത്തില്ല. എന്റെ 2 പെൺകുട്ടികളും ഒരു പല സമയങ്ങളിൽ മരിച്ചുപോയവരായിരുന്നു. ഹല്ലേലൂയ. അവയെ വിശദീകരിക്കുന്നില്ല, പിന്നീട് അവസ്ഥത്തിൽ ആവട്ടെ ദൈവം ചോദിച്ചാൽ. എന്നാൽ പ്രാർത്ഥനയ ദൈവം മടക്കി വരുമ്പോൾ പ്രാർത്ഥിക്കുന്നവന് ജീവനെ മടക്കി വരുത്താൻ കഴിയും കേട്ടോ. രാത്രി പ്രാർത്ഥിക്കുന്നവരെ, ഉപവസിക്കുന്നവരെ, അറിയുന്നവരെ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം കരുത്തനായ ദൈവമാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. രാജാവിന്റെ ഹൃദയമോടൊപ്പാകെ നിർത്തോട് നടക്കുകയിരിക്കുന്നു. രാജാവിന്റെ ഹൃദയത്തെ ദൈവത്തിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ദൈവം തിരിക്കും. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി രാജമേ തിരിക്കലേ. എഴുതിയിരിക്കുന്നപ്പോ ദാനിയേൽ പ്രാർത്ഥിച്ചു. ദാനിയേൽ സിംഗപ്പൂരിനകത്ത് ദാനിയേലിന് വേണ്ടി ആരെ ഉപവസിച്ച്? രാജാവ് ഉപവസിച്ചു. ഓർത്തോ? ഹല്ലേലൂയ. ആവേശോടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ചിലർ എഴുന്നേൽപ്പിക്കും. വാതിൽ തീ കൊണ്ട് ചുറ്റി നടക്കുന്നു, അതിന് മതിലെല്ലാം ഇടിഞ്ഞു നടക്കുന്നു. രാജാവിന്റെ ഭാരപാത്രവാഹനാവുന്ന നെഹമ്യാവിനെ എഴുന്നേൽപ്പിച്ചു. നെഹമ്യാവ് പ്രാർത്ഥിച്ചു. പണിക്ക് വേണ്ടി കോരശിന്റെ മനസ്സുണർത്തി പ്രാർത്ഥിക്കുന്നവരോട് പറയാ, നിങ്ങൾക്ക് വേണ്ടി ചിലരുടെ മനസ്സിനെ ഉണർത്തുക, ചിലരുടെ മനസ്സിനെ ഉണർത്തുക, ചിലരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുക. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലാതെ ചിലരെ ദൈവം അസ്വസ്ഥപ്പെടുത്തുന്നില്ല. അനുഭവങ്ങൾ പറയാറുണ്ട്. എത്ര അനുഭവങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഭവങ്ങൾ തീരത്തില്ല. വാർത്തയ്ക്കായി പ്രാർത്ഥിച്ചു. ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? എനിക്കൊരു വീട് കിട്ടാനല്ല, എന്റെ മോളെ കല്യാണം നടക്കാനല്ല, എനിക്ക് കാറ് കിട്ടാനല്ല, എനിക്ക് ഉയർച്ച കിട്ടാനല്ല, തന്റെ ജനത്തിനു വേണ്ടി നിലവിളിക്കുക.
രാജ്യത്ത് ചിതറിക്കിടക്കുന്ന, എന്റെ രാജ്യത്ത് ചിതറിക്കിടക്കുക, അവരുടെ പ്രമാണം വേറിയ, അവർ വേർപെട്ട് ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ യഹൂദ ജനത്തിനു വേണ്ടി യേശുവിന്റെ നാമത്തിൽ പ്രൈസ് ദി ലോർഡ്. എന്നാൽ സഹോദരാ, ഇവിടെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, അവൻ തന്റെ വസ്ത്രം കീറി, ഹല്ലേലൂയ, രട്ടുവാരി ഉടുത്തു, അല്ലെ? പ്രൈസ് ദി ലോർഡ്. തലയിൽ എന്തുവാ? വെണ്ണീർ, ചാരം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വായിൽ എന്തുവാ? കൈപ്പോടെ നിലവിളി. നേരെ എവിടെ പോകുക? രാജാവിന്റെ പടിവാതിൽക്കകത്ത്. പടിവാതിൽ രാജാവിന്റെ അടുക്കളോളം പടിവാതിൽക്കോളം വന്നു. അപ്പോ ഈ സംഭവിച്ചതൊക്കെ അറിഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയിൽ പുള്ളി അങ്ങോട്ട് പോവുകയാണ്. ഇനി പുറത്തേക്കായിട്ട് മടങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് അറിയണ്ടേ? അത് പറയുമ്പോൾ നിങ്ങൾ ആത്മാവ് നൃത്തം ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, 8:15 വായിച്ചേ. 8:15 വായിച്ചേ. എസ്തേർ 8:15 വായിച്ചേ. ശുഭ്രവുമായ രാജവസ്ത്രവും പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങോട്ട് പോയപ്പോ വസ്ത്രം കീറി ചാക്കൊടുത്തു, തലയിലെന്തുവാ? വായിലെന്തുവാ? നിലവിളി. രാജാവിന്റെ പടിവാതിൽ പുറപ്പെടുമ്പോൾ മോർദെഖായിയുടെ തലയിൽ എന്തുവാ? വസ്ത്രം എന്തുവാ? നീലവും ശുഭ്രവുമായ. ഞാനിങ്ങനെ പറയാം, അങ്ങോട്ട് പോയത് ഫുട്പാത്തിൽ വാങ്ങിച്ച 100 ഷർട്ട് കിട്ടുമായിരുന്നു. പക്ഷെ മടക്കമോ? രാജാവിന്റെ വസ്ത്രം. ഇന്ന് രാത്രി ഞാൻ പറയാം, നീ ആരെയെ സേവിക്കുന്നത് തിരിച്ചറിവുണ്ടാകണം. രാജാവിനെ സേവിക്കുന്നെങ്കിൽ രാജാവിന്റെ വസ്ത്രം വരുത്തി തരാൻ ദൈവം ശക്തന. അപ്പൻ കൊടുത്ത വസ്ത്രം ചേട്ടന്മാര് വലിച്ചു കീറിച്ചിട്ടു, അല്ലേ? പ്രൈസ് ദി ലോർഡ്. രക്തം മുക്കി. ഹല്ലേലൂയ. പോത്തിപ്പേർ കൊടുത്ത വസ്ത്രം ഭാര്യ വലിച്ചു കീറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യൻ കൊടുത്ത വസ്ത്രം മനുഷ്യൻ വലിച്ചു കീറിയപ്പോൾ സ്വർഗ്ഗത്തിന് ദൈവം ഒരു വസ്ത്രം കൊടുത്തു. ആർക്കും കീറാൻ അധികാരമില്ലാത്ത വസ്ത്രം യോസേഫിന് കൈമാറിയെങ്കിൽ രാത്രി പ്രാർത്ഥിക്കുന്നവരെ നിന്റെ സ്തുതിയെ മാറ്റൂ. പ്രാർത്ഥിക്കുന്നവരെ സ്തുതിയെ മാറ്റൂ. പ്രാർത്ഥിക്കുന്നവരുടെ അവസരം ദൈവം വ്യത്യാസം വരുന്നു. അല്പം കൂടെ വെയിറ്റ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അല്പം കൂടെ വെയിറ്റ് ചെയ്യും. ഹല്ലേലൂയ. ആവേശം. ഞാനിങ്ങനെ എന്റെ സഭയിൽ പറയാറുണ്ട്, പ്രാർത്ഥനയുടെ മറുപടി താമസിച്ചത് ദൈവം നമ്മളെ കൈവിട്ടുന്നതിന് തെളിവല്ല. വിചാരി പറയും, നിന്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞു, ദൈവത്തിന്റെ തള്ളിക്കളഞ്ഞു, ദൈവത്തിന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാലും പിശാച് ഭോഷ്ക് പറയുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുക, ദൈവം നമ്മുടെ സ്തുതിയെ മാറ്റും. പ്രൈസ് ദി ലോർഡ്. സംഭവിച്ചതറിഞ്ഞപ്പോൾ രട്ടെടുത്തു, വെണ്ണീർ വാരിയിട്ടു. രാജപിതാവിന്റെ പടിവാതിൽക്കോളം ചെന്ന മോർദെഖായി മടങ്ങി വന്നത് പദവിയോടുകൂടിയാണ്. ഹല്ലേലൂയ. ദൈവമേ, ന്യായയുടെ മുമ്പിൽ മുട്ടുമടക്കി എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. ഇന്ത്യക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും വളരെ വന്ന് വീട്ടിൽ ഉയർത്തിയാണ്, വളരെ ഉയർത്തിയാണ്. ഇന്ത്യക്ക് വേണ്ടി നമ്മൾ നല്ലത് പ്രാർത്ഥിക്കാൻ പോകുക. ദൈവാത്മാവ് സംസാരിക്കുന്നു. ഇന്ത്യൻ മണ്ണിനകത്ത് കിടപ്പുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് നടക്കും. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിച്ചിരിക്കും. കാരണം അത് പറഞ്ഞത് പരിശുദ്ധാത്മാവ്. നമ്മുടെ കരം ഉയർത്തി ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനായ കർത്താവേ, ഇന്ത്യ മഹാരാജ്യത്തെ ഞങ്ങൾ ദൈവകരത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ ഇന്ത്യൻ മണ്ണിൽ കിടന്ന് പ്രവചനത്തോട് ഈ ദിവസങ്ങളിൽ കുറച്ച് പുറത്തു വരാതെ യേശുവിന്റെ നാമത്തിൽ വിത്ത് കണ്ണുകൾ ഇടയിൽ കിടന്ന് നശിച്ചു പോകാതിരിപ്പാൻ പിന്നീട് കാലത്ത് അങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവേ, ഒരു മഴയയച്ച് ആ വിത്തിനെ നിലപ്പിച്ചത് മുളപ്പൊട്ടി പുറപ്പെട്ടു വരുവാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തന്റെ മേഖലയിൽ നിന്ന് ഒരു ഉടവുകൾ പൊട്ടി പുറപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. അത് എന്നിൽ കൂടെ നിർത്തണം, ഞങ്ങളിൽ കൂടെ നിർത്തണം. ഈ കൂട്ടായ്മയിൽ കൂടെ കർത്താവേ, ഇന്ത്യയിൽ വലിയ ഉണർവ് വെളിപ്പെടുവാൻ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. സമയം വെച്ച് ദൈവാസനം നന്ദി അറിയിക്കുന്നു. ദൈവത്തെ സഹായിക്കട്ടെ.